നമുക്കിന്ന് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ ആണ് പഠിക്കേണ്ടത്. ഓംസ് ലോ ഈസ് നോട്ട് കൺസിഡേർഡ് ടു ബി എ ഫണ്ടമെൻ്റൽ ലോ. It is not considered to be a fundamental law. It explains common behavior of material under a given condition. Ohm's law we already studied. It is V is proportional to I. V is proportional to I. As V increases, the current through a conductor also increases. But it is not a fundamental law. Okay. നമുക്ക് ഏതൊക്കെ കണ്ടീഷൻസിലാണ് എന്നുള്ളതെന്ന് നോക്കാം. Certain materials do not obey Ohm's law. The deviation of Ohm's law are of following types. First, V does not depend on I linearly. V does not depend on I linearly. അപ്പം Ohm's law പറയുന്നത് V പ്രപ്പോർഷണൽ ടു ഐ എന്നാണ് പറയുന്നത്. എന്നാൽ ചില കണ്ടീഷനിൽ വി ഐക്ക് പ്രപ്പോർഷണൽ അല്ല. അതായത് ഓംസ് ലോ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതെവിടെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. മെറ്റൽ ഷോ ദിസ് ടൈപ്പ് ഓഫ് ബിഹേവിയർ. ദിസ് ഹാപ്പൻസ് വെൻ ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ മെറ്റൽ ഈസ് വെരി ലാർജ്. ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ മെറ്റൽ ഈസ് വെരി ലാർജ്. In this case, the wire gets heated and the resistance increases. Hence, the current decreases. മെറ്റൽസിലാണ് ഇതേപോലുള്ള വയലേഷൻ നടക്കുന്നത്. അത് എല്ലാ കേസിലും അല്ല, ചില കേസിൽ മാത്രം. ഏത് കേസിലാണ് ഓംസ് ലോ ഒബേ ചെയ്യാത്തത്? When current flowing through a metal is very large. വെരി ലാർജ് ഇലക്ട്രിക് കറന്റ് ഒരു മെറ്റലിലൂടെ ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കും? മെറ്റൽ ഗെറ്റ് ഹീറ്റഡ്. വെൻ മെറ്റൽ ഗെറ്റ് ഹീറ്റഡ് ഓർ ദ ടെമ്പറേച്ചർ റൈസസ്, ദ റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. വെൻ ദ റെസിസ്റ്റൻസ് ഇൻക്രീസസ്, ദ കറന്റ് ഡിക്രീസസ്. അപ്പോൾ ഓംസ് ലോ അവിടെ ഒബേ ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കേസ്. മറ്റൊരു കേസ്, ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ സൈൻ ഓഫ് വി. സൈൻ ഓഫ് വി എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത്. നെഗറ്റീവായിട്ട് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മളപ്പോൾ ആദ്യം ഒരു കണ്ടക്ടറിലേക്ക് ഒരു കണ്ടക്ടർ എടുത്തു. ആ കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തു. അപ്പം ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പം ഈ പോസിറ്റീവാണ് ഇവിടെ നിന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇലക്ട്രിക് കറണ്ട് ഒഴുകും. ഇനി ഇത് ഈ ബാറ്ററിയുടെ പോളാരിറ്റി നമ്മൾ ചേഞ്ച് ചെയ്തു. പോളാരിറ്റി ചേഞ്ച് ചെയ്ത് നേരെ തിരിച്ച് വരയ്ക്കാം. പോളാരിറ്റി ചേഞ്ച്. അപ്പോൾ ഇത് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ പോസിറ്റീവായി, ഇത് നെഗറ്റീവായി. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ് ഒഴുകുക. അപ്പം വിയുടെ ഡയറക്ഷൻ നേരത്തെ കൊടുത്തതിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയി. അപ്പോൾ മൈനസ് ആയി. അപ്പോൾ അതാണ് വോൾട്ടേജിൻ്റെ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ദിസ് ഒക്കേഴ്സ് വെൻ ദ വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ദ പി എൻ ജംഗ്ഷൻ. പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പം തൽക്കാലം നമ്മൾ പി എൻ ജംഗ്ഷൻ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. We get different values of current for same negative and positive voltage. We get different values of current for same negative and positive voltage. നമ്മൾ ഈ ഗ്രാഫിൽ നോക്കിയാൽ മതി. ഗ്രാഫിൽ ഇതൊരു 10 വോൾട്ട് ആണെന്ന് കരുതുക. ഇതൊരു 10 വോൾട്ട് ആണെന്ന് കരുതുക. അപ്പോൾ അത്രയും 10 വോൾട്ട് ഇവിടെ വരിക. ഓക്കെ. അപ്പം ഇവിടെ പോസിറ്റീവ് വിയിൽ 10 വോൾട്ടിന് നമുക്ക് കറണ്ട് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കറണ്ട്. എന്നാൽ ഇവിടെ നോക്കുമ്പോഴത്തേക്കും കറണ്ട് ഇത്രയാണ്. അപ്പം സെയിം വോൾട്ടേജ് ആണ്, ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ് കൊടുത്തതെങ്കിൽ കറണ്ടിന് ഡിഫറൻസ് വന്നു, കറണ്ടിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം അതാണ് അവർ പറയുന്നത്. This case occurs when a voltage V is applied across a PN junction. We get different values of current for same negative and positive voltages.
Here the current is not proportional to the potential difference V. മറ്റൊരു കേസ്, for the same current I there may be more than one value of voltages. For the same current I there may be more than one value of voltage V. ഈ ഗ്രാഫ് നോക്കിക്കേ. ഈ ഗ്രാഫ് എന്തിൻ്റെയാണ്? ഗാലിയം ആഴ്സനൈഡിൻ്റെ ഗ്രാഫാണ്. ഗാലിയം ആഴ്സനൈഡ്. ഗാലിയം ആഴ്സനൈഡ് എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടറാണ്. ആ സെമി കണ്ടക്ടറിൻ്റെ ഗ്രാഫാണ് വരച്ചേക്കുന്നത്. വോൾട്ടേജ് എക്സ് ആക്സിസിലും കറണ്ട് വൈ ആക്സിലുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കറണ്ട് കൂടുന്നുണ്ട്. കൂടി ഒരു പ്രത്യേക ലെവലിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല, കറണ്ട് ഫ്ലാറ്റൻ ചെയ്യുകയാണ്, കറണ്ട് ഏകദേശം അങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും വോൾട്ടേജ് കൂടുകയാണ്, കറണ്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആസ് വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് ഡിക്രീസസ്. As voltage increases, current decreases, and this region is called negative resistance. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഡിക്രീസ് ചെയ്യുന്ന ഫിനോമിനയാണ് നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണെന്ന് നമുക്ക് പറയാം. വീണ്ടും വോൾട്ടേജ് കൂട്ടിയ ഒരു പ്രത്യേക ലെവലിൽ എത്തുമ്പോൾ വീണ്ടും കറണ്ട് ഏകദേശം കോൺസ്റ്റൻ്റ് ആയിരുന്നു. വീണ്ടും വോൾട്ടേജ് കൂട്ടുമ്പോൾ പഴയതുപോലെ കറണ്ട് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഗാലിയം ആഴ്സനൈഡിൻ്റെ കേസിൽ ഉണ്ടാകുന്ന ഗ്രാഫാണ്. അപ്പോൾ ഇവിടെയും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല ഉണ്ടോ. ഈ ഭാഗത്തുനിന്ന് ഓംസ് ലോ, ഈ ഭാഗത്ത് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല, ഇവിടെ ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. കാരണം വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടുകയാണ് ഓംസ് ലോ പറയുന്നത്. ഇവിടെ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ റീജിയൻ നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്നാണ് പറയുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പ്ലോട്ട് എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് കറണ്ട് വേഴ്സസ് വോൾട്ടേജ് ഫോർ എ മെറ്റീരിയൽ ഗാലിയം ആഴ്സനൈഡ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പിക്ചർ വരയ്ക്കണം. വരച്ചിട്ട് അതിൻ്റെ റീജിയൻസൊക്കെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. നോൺ ലീനിയർ റീജിയൻ വെച്ചാൽ കറണ്ടും വോൾട്ടേജും പ്രൊപ്പോർഷൻ അല്ലാത്ത റീജിയൻ കണ്ടല്ലേ. ഇത് നോൺ ലീനിയർ റീജിയൻ ആണ്. ഇത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഡിക്രീസ് ചെയ്യും. അതാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് കറണ്ട് വേഴ്സസ് വോൾട്ടേജ് ഫോർ എ മെറ്റീരിയൽ ഗാലിയം ആഴ്സനൈഡ് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. ഐഡൻറ്റിഫൈ ദ റീജിയൻ. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത് ഈ റീജിയനിലെ ഡി. വേർ ഓംസ് ലോ ഈസ് ഒബേഡ്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന റീജിയൻ ഏതാ? പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഇതാണ് എ ടു ബി, ബി ടു സി ആണ്. ബി ടു സി ആണ് പ്രൊപ്പോർഷണൽ ആയിട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ആൻസർ. Name ohmic and non-ohmic circuits. The material or circuit elements which strictly obey Ohm's law are known as ohmic circuits. ഇപ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യുന്ന സർക്യൂട്ട്സ് ഓർ സർക്യൂട്ട് എലമെൻറ്റ്സ്, മെറ്റീരിയൽസ് അല്ലെങ്കിൽ സർക്യൂട്ട് എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഓമിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മെറ്റൽസ്. ഈ ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസ് അല്ലെങ്കിൽ സർക്യൂട്ട് എലമെൻറ്റ്സിനെയാണ് നമ്മൾ നോൺ ഓമിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ദി മെറ്റീരിയൽസ് ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്സ് വിച്ച് ഡു നോട്ട് സ്ട്രിക്ട്ലി ഒബേ ഓംസ് ലോ ആർ നോൺ ആസ് നോൺ ഓമിക് സർക്യൂട്ട്സ്. എക്സാമ്പിൾ വാക്യൂം ട്യൂബ്, സെമി കണ്ടക്ടർ ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ്. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് വാക്യൂം ട്യൂബ്സ്. ട്രാൻസിസ്റ്ററൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. വാക്യൂം ട്യൂബ്സ്. ഇത് ഡയോഡ്, സെമി കണ്ടക്ടർ ഡയോഡ്. ഇത് നിങ്ങൾ ലാബിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉള്ളതാണ്. സെമി കണ്ടക്ടർ ഡയോഡ്സ്, പി എൻ ജംഗ്ഷൻ, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഇതൊക്കെ ട്രാൻസിസ്റ്റേഴ്സാണ്, പല ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സാണ്. ഇപ്പം ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ കണ്ടക്ടിവിറ്റി, ഇത് നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തതാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറണ്ട് ഒഴുകുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. റെസിസ്റ്റൻസ് ഇല്ലാത്ത അവസ്ഥ, അതായത് നല്ല രീതിയിൽ ഒരു മെറ്റീരിയലിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈവൻ ദ വെരി ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ റെസിസ്റ്റ് ടു സം എക്സ്റ്റെൻറ്റ് the flow of electric charges through them at ordinary temperature. Even the very best electrical conductor resists to the flow of electric charges at ordinary temperature.
But at very low temperature, most metal and many alloys allow current to pass freely through them. This phenomenon is called superconductivity. When the current flows freely through a conductor, this phenomenon is called superconductivity. It happens at very low temperature. Superconductivity was first observed by Dutch physicist Kamerlingh Onnes. Kamerlingh Onnes ആണ് superconductivity observe ചെയ്തത്. അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത്? എന്താണ് അദ്ദേഹം observe ചെയ്തത്? He found that when mercury reaching a temperature of 4.18 Kelvin, 4.18 Kelvin, അത്രയും കുറഞ്ഞ ടെമ്പറേച്ചർ 4.18 Kelvin, the resistance suddenly falls to 0. റെസിസ്റ്റൻസ് സീറോയിലേക്ക് മാറും. നോക്കിക്കേ, ഇത് മെർക്കുറിയുടെ ഗ്രാഫാണ്, കണ്ടക്ടിവിറ്റിയാണ്. 4.12 കെൽവിൻ ആയപ്പോൾ കണ്ടക്ടിവിറ്റി റെസിസ്റ്റൻസിൻ്റെ ഗ്രാഫാണ്. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. 4.12 കെൽവിനായപ്പോൾ റെസിസ്റ്റൻസ് സീറോ ആയിട്ട് മാറി മെർക്കുറിയുടെ കേസിൽ. ഇതാണ് കാമർലിംഗ് ഓൺസ് ഒബ്സർവ് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഇലക്ട്രിക്കൽ എനർജി. Energy of an electrical circuit is the work done by a source to maintain a current in the circuit. Energy of an electrical circuit is the work done by a source to maintain a current in the circuit. അപ്പം ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ എനർജി എന്ന് പറയുന്നത് ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി, നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന ബാറ്ററി. ആ ബാറ്ററി ഒരു സർക്യൂട്ടിലൂടെ ഇലക്ട്രിക് കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഇലക്ട്രിക് കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക വെച്ചാൽ അതിലൂടെ ഇലക്ട്രിക് കറണ്ട് ഒഴുകണം, ചാർജസിനെ ഒഴുക്കുവാൻ വേണ്ടി അത് സോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ആണ് അതിൻ്റെ എനർജി ആയിട്ട് മാറുന്നത്. അപ്പം എനർജി ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ എ സോഴ്സ് ടു മെയിൻറ്റെയിൻ എ ഇലക്ട്രിക് കറണ്ട് ഇൻ ദി സർക്യൂട്ട്. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡിവൈസ്. നമുക്കൊരു ഇലക്ട്രിക് ഡിവൈസ് എടുക്കാം. ഇലക്ട്രിക് ലാമ്പ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്റർ പോലുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ഡിവൈസ് എടുക്കാം. അതിലൂടെ I ആംപിയർ കറണ്ടാണ് ഒഴുകുന്നത്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക്കൽ ഡിവൈസ് എടുക്കുകയാണ്, AB എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ഡിവൈസ് എടുക്കുകയാണ്. അത് നമുക്കൊരു ബൾബായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഹീറ്ററായിട്ട്, ഇലക്ട്രിക് ഹീറ്റർ. ഇത് ഇലക്ട്രിക് ഹീറ്ററിൻ്റെ കോയിലാണ് കാണിച്ചിരിക്കുന്നത്. അത് എങ്ങനെ ഏതെങ്കിലും ഡിവൈസ് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഇതിലൂടെ I ആംപിയർ കറണ്ടാണ് ഒഴുകുന്നത്. T ടൈം കൊണ്ട് ഒരു എൻഡിൽ നിന്നും മറ്റേ എൻഡിലേക്ക് ചാർജസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, let Q be the charge flowing from A to B in time T. അങ്ങനെയാണെങ്കിൽ ചാർജിൻ്റെ ഇക്വേഷൻ, കറണ്ടിൻ്റെ ഇക്വേഷൻ അറിയാം. I is equal to Q by T ആണ്. Q by T യിൽ നിന്നും നമുക്ക് ചാർജിൻ്റെ ഇക്വേഷൻ എഴുതാം. Q is equal to IT. Let VA and VB be the potentials at A and B respectively. അപ്പം A എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ VA ആണ്. അതേപോലെ തന്നെ B എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ VB ആണ്. അപ്പം കറണ്ട് ഒഴുകുന്നത് എയിൽ നിന്നും ബിയിലേക്കാണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ കൂടുതൽ എവിടെയാണ്? എയിലാണ്. VA ആണ് കൂടുതൽ. കാരണം കറണ്ട് ഒഴുകുന്നത് എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. VA is greater. The potential A is greater than B and the potential difference is V. ഇത് നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ the potential energy of the charge Q will be decreased when it flow from A to B. This decrease in potential is Q into VA minus Q into VB. അപ്പം എയിൽ നിന്നും ബിയിലേക്കാണ് ഇലക്ട്രിക് കറണ്ട് ഒഴുകുന്നത്. അപ്പം VA എന്ന് പറയുന്ന പൊട്ടൻഷ്യലാണ് കൂടുതലെന്ന് പറയുന്നു. അപ്പം ഒരു ചാർജ് എയിൽ നിന്നും ബിയിലേക്ക് ഒഴുകുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യും. എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി ചാർജ് Q ആണ്, അവിടുത്തെ പൊട്ടൻഷ്യൽ VA ആണ്. അപ്പോൾ Q into VA ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി.
ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എത്ര? ക്യൂ ഇൻറ്റു വി ബി. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യും. എന്തുമാത്രം ഡിക്രീസ് ചെയ്യും? അതാണ് എഴുതിയിരിക്കുന്നത് ക്യൂ വി എ മൈനസ് ക്യൂ വി ബി. നമുക്ക് ക്യൂ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ക്യൂ ഇൻറ്റു വി എ മൈനസ് വി ബി എന്ന് എഴുതാം. വി എ മൈനസ് വി ബി വി ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ക്യൂ ഇൻറ്റു വി എന്ന് എഴുതാം. This decrease in potential energy appeared as the kinetic energy of flowing charges. This decrease in potential energy is converted to kinetic energy of the flowing charges. അപ്പോൾ മൂവ് ചെയ്യാൻ ചാർജസ് മൂവ് ചെയ്യാനുള്ള എനർജി ആയ കൈനറ്റിക് എനർജി ഈ പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ട് ചെയ്താണ് അതിന് കിട്ടുന്നത്. But we know the kinetic energy of charge carriers do not increase due to collision with atoms. The kinetic energy എന്നാൽ കൂടത്തില്ല. എന്തുകൊണ്ട്? ഒരു ചാർജസ് ഒരു മെറ്റീരിയലിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കൊളൂഷൻ സംഭവിക്കുന്നു. കൊളൂഷൻ സംഭവിക്കുന്നത് കാരണം അതിൻ്റെ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ കൈനറ്റിക് ഇല്ലാതാവും, അത് റെസ്റ്റിലാവും. വീണ്ടും അതിന് എനർജി കിട്ടി, വീണ്ടും മൂവ് ചെയ്യും, അപ്പോൾ വീണ്ടും കൊളൂഷൻ നടന്നു. അങ്ങനെ പതുക്കെ പതുക്കെയാണ് മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി പറഞ്ഞായിരുന്നു. During collision, the kinetic energy gained by the charge carriers are shared with the atom. ഇപ്പോൾ ഈ kinetic energy എവിടെയാണ് പോകുന്നത്? ഈ kinetic energy അത് കൊളൈഡ് ചെയ്യുന്ന ആറ്റവുമായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ എനർജി ആറ്റത്തിന് കിട്ടി കഴിയുമ്പോൾ ആറ്റം എന്ത് ചെയ്യും? The atom vibrate more vigorously. That is, conductor heats up. അപ്പം വലിയ രീതിയിൽ വലിയ ആംപ്ലിറ്റ്യൂഡിൽ ഒരു ആറ്റം വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുക എന്നാണ് മീനിങ്. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് the work done is equal to the energy consumed in the circuit. The energy consumed in the circuit is equal to decrease in potential energy. ഇവിടെ decrease in potential energy QV ആണ്. അപ്പോൾ E is equal to QV. Qൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Qൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും E is equal to VIT. ഇതിൻ്റെ മറ്റ് രണ്ട് റിലേഷൻസ് കൂടെ നോക്കാം. നമുക്ക് V is equal to IR ആണ്. അതുകൊണ്ട് ആ വാല്യൂ നമ്മൾ നേരത്തെ ഉള്ള ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് E is equal to I square RT എന്ന് കിട്ടും. സിമിലർലി നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടെ എഴുതാം. I is equal to V by R എന്ന് എഴുതാം. അത് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് E is equal to E square T by R എന്ന് എഴുതാം.